ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഷാജ് നിസാർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എയർ ഫ്രയറിൽ എങ്ങനെയാണ് ഒരു പഫ്സ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാധാരണ നമ്മൾ ഹോം മെയ്ഡ് പഫ്സ് തയ്യാറാക്കുമ്പോഴുള്ള ആ ഒരു ഡോ തന്നെയാണ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. സാധാരണ പോലെ തന്നെ നമ്മൾ മൈദ കുഴച്ച് പരത്തി അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് 4 ഭാഗത്തേക്കും ഈ ഒരു രീതിയിൽ ഇതിൽ കാണുന്ന പോലെ തന്നെ നമ്മളൊന്ന് മടക്കിയിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഇതുപോലെ തന്നെ മടക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ലെയറുകളൊക്കെ വരും കേട്ടോ. അപ്പോൾ എല്ലാ പത്തിരിയും നമ്മളിങ്ങനെ അവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിൻ്റെ ഫില്ലിങ്സ് ആണ്. സാധാരണ നമ്മൾ പഫ്സിലേക്കൊക്കെ ചെയ്യുന്ന ഉള്ളിയുടെ ഫില്ലിങ്സ് പോലെ തന്നെയാണ് ഈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പത്തിരി ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫില്ലിങ്സ് വെച്ച് നമ്മൾ ഒരു ബോയിൽഡ് എഗ്ഗിൻ്റെ ഒരു ഹാഫ് പീസാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന പോലെ നമ്മൾ കുറച്ചൊരു ഗീ ഇതിലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് 4 വീതം എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എയർ ഫ്രയറിലേക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇംപെക്സിൻ്റെ എയർ ഫ്രയറാണ്. ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു പവർ ടച്ച് കാണുന്നുണ്ട്. അവിടെ നിന്ന് ലോങ് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ഓപ്ഷൻസൊക്കെ വരും കേട്ടോ. ഈ സൈഡിലുള്ള ഈ ഒരു ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ കാണുന്ന 3rd ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ പഫ്സ് തയ്യാറാക്കുന്നത്. ഈ സൈഡിലായിട്ട് ഇവിടെ 180 ഇതിൻ്റെ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. ആ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതവിടെ ഓപ്ഷൻസ് ഉണ്ട്. കൂട്ടാനായിട്ടും കുറക്കാനായിട്ടും ഒക്കെ നമുക്കിവിടെ ഓപ്ഷൻസ് കാണുന്നുണ്ട്. പുറത്ത് ഇതിൽ 14 എന്നുള്ള ടൈമാണ് കൊടുത്തിട്ടുള്ളത്. ടൈം നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. പിന്നെ ഈ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് റൈറ്റ് സൈഡിൽ. ആ ഓപ്ഷൻ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സിങ് ഇവിടെ നടക്കുന്നതാണ്. ഇതിൻ്റെ സൈഡ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ഇതിലൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനകത്ത് ഇങ്ങനെ ഒരു റെഡ് ലൈറ്റ് വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഫ്സിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്യാതെ തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ 2 ഭാഗം നല്ലപോലെ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് മറ്റേ ഭാഗത്തേക്ക് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ. അതല്ലാതെ 180 അതിൻ്റെ ആ ഡിഗ്രി കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എല്ലാം തന്നെ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും എയർ ഫ്രയറിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മറുഭാഗം ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് നോക്കുക. ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.